നമ്മുടെ പണയിൽ ദേവീക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം നടക്കുകയായിരുന്നു. കഴിഞ്ഞ 5 ദിവസവും എനിക്ക് പോകാനായി കഴിഞ്ഞില്ല. 6-ാം ദിവസം കുചേലോപാഖ്യാനമായിരുന്നു. ആ ദിവസം ആ രംഗം വായിക്കുന്നത് കാണാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി, കേൾക്കാനും കാണാനും. അത് അവതരിപ്പിക്കാൻ എത്തിയ കലാകാരന്മാരാകട്ടെ നമ്മുടെയൊക്കെ കണ്ണും മനസ്സും നിറയിച്ചു. എൻ്റെ അമ്പാടി ഇങ്ങനെ അത് കാര്യമായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ നേരം അവൻ ആസ്വദിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. അതിൽ ആ കുചേലനായിട്ട് വന്ന വ്യക്തി, അദ്ദേഹം എന്താണെന്നറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും നമ്മളിൽ വളരെ വല്ലാത്തൊരു സന്തോഷം നിറയ്ക്കുന്നതായിരുന്നു. അതിൻ്റെ രംഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി അവിലൊക്കെ പ്രസാദമായി നൽകുന്നുണ്ടായിരുന്നു. ജാനിയും അമ്പാടിയും കുറേ കൊച്ചുകുട്ടികളും മുതിർന്നവരും എല്ലാം ചെന്ന് പ്രസാദം വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അമ്പാടി ആ 1-2 തവണ പോയി വാങ്ങിച്ചു കേട്ടോ. അവനതെന്തോ ഒരുപാട് അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവനൊരു കൗതുകം തോന്നിയിട്ടാകാം, അവരിങ്ങനെ ഒരുങ്ങിയിരിക്കുന്നതുമൊക്കെ കണ്ടിട്ടാകാം, അവൻ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് എനിക്കും കൊണ്ട് തരുമൊക്കെ ചെയ്തു. കുറച്ച് പ്രസാദം നല്ലതാ അമ്മേ എന്നൊക്കെ പറഞ്ഞു. പിന്നെയും കുറേ നേരം ചുറ്റിപ്പറ്റി അവിടേക്ക് അവൻ നിന്നു. കാര്യമായി നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ പതുക്കെ വിളിച്ചു, ഇനി അവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ചിരിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ക്യൂ ഒക്കെ നിന്ന് ഭക്ഷണം കഴിക്കാനായി പോയി. അവിൽക്കിഴി നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമായിരുന്നു. നല്ല ഒന്നാന്തരം സദ്യ, പരിപ്പും പപ്പടവും സാമ്പാറും പ്രഥമനും അവിയലും പച്ചടിയൊക്കെ കൂട്ടി. അതിനുശേഷം വൈകിട്ടത്തെ ദീപാരാധനയും കണ്ട് ആ ദിവസം ധന്യമായി.